ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് AI കുറിച്ചാണ്. AI എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആദ്യം തന്നെ എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ ചിന്തിക്കാൻ കഴിയുന്ന കമ്പ്യൂട്ടറിനെ ഡെവലപ്പ് ചെയ്തെടുക്കാം. അതായത് മനുഷ്യനെ പോലെ ചിന്തിക്കാൻ, അതായത് പല സാഹചര്യങ്ങളിലും മനുഷ്യരെ പോലെ ചിന്തിക്കാൻ കഴിയുന്ന കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവുക എന്നുള്ളതാണ് AI കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും AI ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള കാലം, ഇനിയുള്ള ഒരു 10 വർഷം എടുത്താൽ മതി. ആ 10 വർഷത്തിൽ നമ്മളിപ്പോൾ കാണുന്ന വേൾഡ് ആയിരിക്കത്തില്ല ഇനി കാണാൻ പോകുന്നത്. അത്രയ്ക്കും ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അറിഞ്ഞാണോ എന്ന് അറിഞ്ഞുകൂടാ, അതായത് ബ്രെയിൻ ചിപ്പ് ഇംപ്ലാന്റേഷനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് നമ്മുടെ തളർന്ന് നടക്കുന്ന, അതായത് പാരലൈസ് ചെയ്ത് കിടക്കുന്ന ആളിൽ അവർക്ക് എന്ത് ചെയ്തില്ല, അവരുടെ ഇമോഷൻസോ അല്ലെങ്കിൽ അവർക്ക് എന്താണ് പറയേണ്ടതെന്നൊന്നും അവർക്ക് പറയാനായിട്ട് പറ്റത്തില്ല. നമുക്ക് അത് മനസ്സിലാവത്തില്ല. അവരനങ്ങാൻ വയ്യാതെ കിടക്കവർക്ക് കൈയും കാലൊന്നും അനക്കാനായിട്ട് പറ്റത്തില്ല. ആ ആളിൽ ഒരു ചിപ്പ് ഇംപ്ലാന്റ് ചെയ്തിട്ട്, അയാളുടെ ബ്രെയിനിൽ സർജറി കൂടെ ഒരു ചിപ്പ് ഇംപ്ലാന്റ് ചെയ്തിട്ട് അയാൾ എന്താണോ ചിന്തിക്കുന്നത്, അയാൾ ചിന്തിക്കുമ്പോൾ എന്ത് ചെയ്യും, മൗസ് മൂവ് ചെയ്യും. അല്ലെങ്കിൽ അയാൾ എന്താണോ ചിന്തിക്കുന്നത് അതിനനുസരിച്ച് അയാളുടെ സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അതെല്ലാം വർക്ക് ചെയ്യും. ഇത് നടന്ന കാര്യമാണ്. അതായത് ഇലോൺ മസ്കിൻ്റെ ന്യൂറാലിങ്ക് എന്ന് പറയുന്ന കമ്പനി ചെയ്ത് സക്സസ് ആയ ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഡൈജസ്റ്റ് ആവാൻ കുറച്ച് പാടല്ലേ. എന്ന് വെച്ചാൽ പാരലൈസ് ചെയ്ത് തളർന്നു നടക്കുന്ന ഒരാളുടെ ഇമോഷൻസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അതൊരു വലിയ പോസിറ്റീവ് സൈഡാണ് ഇത്. അതായത് ഒരു കാലും കൈയും അനങ്ങാൻ പറ്റാത്ത ഒരാൾക്ക് അയാളുടെ ബ്രെയിൻ ഉപയോഗിച്ചിട്ട് അയാളുടെ വീൽ ചെയർ അയാൾക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ അയാൾക്ക് അതെല്ലാം എന്തായിരിക്കും, കമ്പ്യൂട്ടറായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അങ്ങനെ ഒരുപാട്, അപ്പോൾ അത്രയും ചേഞ്ചസ് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ള 10 വർഷം, ഈ 10 വർഷം കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള വേൾഡ് ആയിരിക്കത്തില്ല. അതായത് നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ കാഴ്ചപ്പാട്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എല്ലാം മാറാൻ പോവാണ്. തീർച്ചയായും ഒരു 10 വർഷം കഴിയുമ്പം ഇപ്പോഴത്തെ നമ്മുടെ വീടുകളായിരിക്കത്തില്ല പിന്നുള്ളത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൽ കുറച്ച് പച്ചക്കറി ഇരിപ്പുണ്ട്, കുറച്ച് ഗ്രോസറി ആയിട്ട് ഇരിപ്പുണ്ടെങ്കിൽ അത് തീരാറാകുമ്പോൾ നമ്മൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, തോന്നി നമ്മൾ ഓർഡർ ചെയ്യുമോ അല്ലെങ്കിൽ കടയിൽ പോയി വാങ്ങിയോ എന്തെങ്കിലും ചെയ്യും. ഇനിയുള്ള വരുന്ന കാലത്തിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ പോലും അറിയണ്ട, തീർന്നു കഴിഞ്ഞാൽ ഫ്രിഡ്ജിനകത്ത് നമുക്ക് ആ ഫ്രിഡ്ജ് തന്നെ എന്ത് ചെയ്യും, ഗ്രോസറിക്ക് ഓർഡർ കൊടുക്കുന്നത് പോലെ നമ്മുടെ ചിന്ത അറിഞ്ഞിട്ട്. അപ്പോൾ അതാണ് പറഞ്ഞത്, അത്രയ്ക്ക് ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് വരാനായിട്ട് പോകുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം സെൽഫ് ഡ്രൈവിംഗ് കാർസിനെ പറ്റി. ഇപ്പോൾ എന്താണ്, ഡ്രൈവർ ഇല്ലാതെ കാർ വന്നു കഴിഞ്ഞു. നമുക്ക് ഇവിടെ വരാനായിട്ട് ഇനി കുറച്ച് നാളുകൂടെ ഉള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കണ്ടും കേട്ടും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഈ അലക്സയുടെ പരസ്യമൊക്കെ ഇല്ല. അതായത് നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് റിമോട്ട് വഴി എന്ത് ചെയ്യുന്നു, റിമോട്ട് വേണ്ട, നമ്മൾ പറഞ്ഞാൽ തന്നെ ഫാൻ ഓൺ ആവും, ലൈറ്റ് ഓഫ് ആവും, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മുടെ വീടുകളിലെ സെക്യൂരിറ്റി തന്നെ മാറാൻ പോകുമായിരിക്കും. നമ്മളിനി മാറിക്കഴിഞ്ഞു. ഇനി കോമൺ ആവുന്ന കാര്യം ഞാൻ പറഞ്ഞത് മറ്റേ സ്കാനർ വഴിയുള്ള ഓപ്പണിങ്ങും ഡോർ ഓപ്പണിങ്ങും ഒക്കെ തന്നെ ആയിരിക്കും. അങ്ങനെ ഒരുപാട് ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ കൂടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം, നിങ്ങളൊരു കാര്യം ഇപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതിനോടനുബന്ധിച്ച കാര്യങ്ങളായിരിക്കും പിന്നെ നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ ആയിട്ട് വരുന്നത്. ഇതങ്ങനെ മൂലമാണ്. അപ്പോൾ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മുടെ എന്താണോ ചിന്ത, അതിനനുസരിച്ചാണ് നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ വരെ പ്രവർത്തിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് വരുന്ന ബാങ്കിൽ നിന്നുള്ള ഫ്രോഡ് അലർട്ട്, അതുപോലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റയിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോസ്റ്റുകൾ അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഒരുപാട് ഇപ്പം അതുപോലെ ഹെൽമെറ്റ് ഇല്ലാത്ത ക്യാമറ, അതെല്ലാം എന്താണ്, നമ്മൾ ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെയാണ് ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഈ മാറുന്ന സാഹചര്യത്തിൽ തീർച്ചയായും നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറും. അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടത്, നമ്മുടെ ആവശ്യകതകൾ മാറും. അതുപോലെ അതൊക്കെ മാറുന്നതിനോടൊപ്പം നമ്മുടെ ജോലി സാധ്യത, നമ്മുടെ വരുമാനം, അതെല്ലാം അതിനോട് അനുബന്ധിച്ച് തന്നെ ഒരുപാട് മാറ്റങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പം ഒരുപാട് പോസിറ്റീവ് സൈഡും ഉണ്ട്, ഒരുപാട് നെഗറ്റീവ് സൈഡും ഉണ്ട്. നെഗറ്റീവ് സൈഡ് നമുക്ക് ഇപ്പോൾ നമ്മളൊരു സിസ്റ്റം, ആ സിസ്റ്റത്തിന് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക, അതിനോട് അഡാപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനോട് ക്ലോസ് ആയി പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി വരുന്ന കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ പഠിച്ചതിൻ്റെ കൂട്ട്, അല്ലെങ്കിൽ ഈ ഡിഗ്രി എടുത്തിട്ട് നമുക്ക് ഇന്നതാവാം, അപ്പോൾ നമ്മൾ സേഫ് ആയിരിക്കും, അല്ലെങ്കിൽ ഇത് പഠിച്ചിട്ട് ഇന്നത്, അങ്ങനെയുള്ള ഒരു കാലഘട്ടമായിരിക്കത്തില്ല ഇനി വരുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് സ്കിൽസ് വേണം ഒരാൾക്ക്. അത് പഠിക്കാനും എളുപ്പമാണ്. ആ രീതിയിലാണ് ഇനിയുള്ള ലോകത്തിൻ്റെ മാറ്റം എന്ന് പറയുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ സ്കിൽസ് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു കോഴ്സിന് പോകാതെ തന്നെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പ്രധാനമായിട്ടും നമ്മളെ അഫക്ട് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ജോബിൻ്റെ കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ ജോബിൽ തന്നെ നമ്മുടെ ഒരുപാട് ജോലി, ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ജോലികൾ നാളെ അല്ലെങ്കിൽ തൊട്ടടുത്ത നാളുകളിൽ ഉണ്ടാവത്തില്ല. അതായത് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള പാറ്റേൺ ആയിട്ടുള്ള ചെയ്യുന്ന ജോബ്സ് ഒക്കെ ഇല്ല. അതായത് നമ്മുടെ റിസപ്ഷനിസ്റ്റ്, ക്ലറിക്കലായിട്ട് ജോബ് ചെയ്യുന്നവർ, ഏതൊക്കെ ജോബ്സാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ളതൊക്കെയാണ്. അതായത് റിസപ്ഷനിസ്റ്റിൻ്റെ ജോബ്, പിന്നെ ക്ലറിക്കലായിട്ടുള്ള ജോബ്, അതുപോലെ ടൈപ്പിസ്റ്റ് ജോബ്, പിന്നെന്താ കസ്റ്റമർ കെയർ, അതൊക്കെ പോയി എന്ന് തന്നെ പറയാം. ഇനി ഒന്നും എന്ത് ചെയ്തില്ല, ഇനി ഇതുപോലുള്ള ജോബൊന്നും എക്സിസ്റ്റിംഗ് ആവത്തില്ല. അതുപോലെ തന്നെ ഒരുപാട് ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, അതിൻ്റെയൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് മൊത്തത്തിൽ വേണ്ടതല്ല, എന്നിരുന്നാലും കുറേയൊക്കെ എന്ത് ചെയ്യും, ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞു വരും. പക്ഷേ നിങ്ങൾ കുറയുമെന്ന് പറഞ്ഞെങ്കിലും നമ്മൾ ഒരു കാര്യം കേട്ട് നമ്മൾ പെട്ടെന്ന് പേടിക്കില്ല, അയ്യോ ഇനി ഇപ്പോൾ എന്താ പഠിക്കുക, എഞ്ചിനീയേഴ്സിൻ്റെ അവസരം കുറയുന്നു, ഡോക്ടേഴ്സിൻ്റെ കുറയുന്നു, പിന്നെന്താ അക്കൗണ്ടൻസിൻ്റെ കുറയുന്നു, അതെല്ലാം പാറ്റേൺ ജോബ്സ് പോലെ. അതുപോലെ റേഡിയോളജിസ്റ്റ്, അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പം അവരൊക്കെ ഇപ്പോൾ റേഡിയോളജിസ്റ്റിൻ്റെ കാര്യം തന്നെ എടുത്താൽ അവരെന്താണ് ഒരു എക്സ്റേ കണ്ടിട്ട് അതിൻ്റെ റിപ്പോർട്ടിൻ്റെ കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇനിയുള്ള കാലത്ത് എന്താണ്, AI ഉപയോഗിച്ച് നമുക്ക് ഫാസ്റ്റിൽ ഇവർ ചെയ്യുന്നതിനേക്കാൾ 100 മടങ്ങിയ സ്പീഡിൽ തന്നെ നമുക്കൊരു റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഏത് ലാംഗ്വേജിലാണോ വേണ്ടത്, എത്ര സിമ്പിളായിട്ടാണോ വേണ്ടത്, അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലെത്തും. അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടത്തിലേക്കാണ് നമ്മളിനി പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള ജോബ്സ് എല്ലാം എന്ത് ചെയ്യും, ഇനി കാണത്തില്ല. അതിൻ്റെ കാലമൊക്കെ തീർന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അതൊരു വലിയ ചോദ്യമാണ് അല്ലേ. അപ്പോൾ തീർച്ചയായും നമ്മൾ പണ്ട് ഇതുപോലെയായിരുന്നു, പണ്ട് കമ്പ്യൂട്ടർ വന്ന സമയത്തൊക്കെ എല്ലാവരും പറയും ഒരുപാട് ജോലികൾ, പക്ഷേ അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, വേറെ തലത്തിൽ ഒരുപാട് ജോലികൾ ഉയർന്നു വരും. അതുപോലെ തന്നെയാണ് ഇതും. നമുക്ക് ഒരുപാട് ജോലി പോകുമെങ്കിലും പുതിയ ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യും,
കൂടി വരും. പക്ഷേ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റഡ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ AI എങ്ങനെയാണോ പോകുന്നത് കൂടെ തന്നെ നമ്മൾ പോയേ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മളിതൊന്നും ബാധിക്കുന്ന കാര്യമല്ല. നമ്മളിപ്പോഴും ഇത് ഒരിക്കലും അത് തെറ്റായ ധാരണ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ എല്ലാവരും അതിനോട് അപ്ഡേറ്റ് ആയി പോകുന്നു എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നടന്ന കാര്യമാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇലോൺ മസ്കിൻ്റെ ന്യൂറോലിങ്ക് എന്ന് പറയുന്ന കമ്പനി അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്ത ഒരു ലേറ്റസ്റ്റ് ആയിട്ട് 2024 ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു പാരലൈസ് ആയ വ്യക്തി, അതായത് തളർന്ന് നടക്കുന്ന ഒരാൾ, അയാളുടെ കൈയും കാലം ഒന്നും നീങ്ങത്തില്ല. അയാൾക്ക് എന്ത് ചെയ്തു, അയാൾക്ക് സർജറി വഴി അയാളുടെ ബ്രെയിനിൽ ചിപ്പ് ഇംപ്ലാന്റ് ചെയ്തു. അപ്പോൾ അതുവഴി അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാളുടെ ചിന്ത വഴി അയാൾ ചിന്തിക്കുന്നത്, അതായത് ബ്രെയിൻ തിങ്ക് ചെയ്യുമ്പോൾ അതെന്താണ്, അയാളുടെ സ്മാർട്ട് ഫോൺ വർക്ക് ചെയ്യുന്നു, എങ്ങനെയാണ് അയാളുടെ ഇമോഷൻസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് പറ്റുന്നു. അതായത് ഇപ്പം എന്ന് വെച്ചാൽ ഒരു പാരലൈസ് ആയിട്ടുള്ള വ്യക്തി, ആ വ്യക്തിക്ക് ഈ ചിപ്പ് ഇംപ്ലാന്റ് ചെയ്ത് കഴിയുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്യും, അയാളുടെ ചിന്ത എനിക്കിപ്പോൾ വീൽ ചെയർ മൂവ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ അയാളുടെ വീൽ ചെയർ അയാൾക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നു. അപ്പോൾ നാല് ചോദിക്കും എത്രമാത്രം ഡെവലപ്പ് ആയി. പണ്ടൊക്കെ നമ്മൾ സ്വപ്നത്തിൽ ഇങ്ങനെ വിചാരിക്കുമല്ലേ, ചിന്തിക്കുന്ന പോലെ നടന്നായിരുന്നെങ്കിൽ എന്നുള്ളത്. അപ്പോൾ അതുപോലൊക്കെ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മളിനി പോകുന്നത്. തീർച്ചയായും അതിനകത്ത് പ്രോൺസ് ആൻഡ് കോൺസ് ഉണ്ടായിരിക്കും. തീർച്ചയായും നല്ല വശങ്ങളുണ്ട്, ചീത്ത വശങ്ങളുണ്ട്. ബ്രെയിൻ്റെ പ്രൈവസി പോലും നമുക്ക് നഷ്ടപ്പെടുക അല്ലേ. അതുപോലെ തന്നെയാണ് സെൽഫ് ഡ്രൈവിംഗ് കാർ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഇപ്പം വന്നു കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത് വരാനായിട്ട് വീണ്ടും വളരെ കുറച്ച് വർഷങ്ങളുടെ ഗ്യാപ്പ് മാത്രമേ കാണത്തുള്ളൂ. വർഷങ്ങൾ എടുക്കുമെന്ന് അറിയത്തില്ല. അത്രമാത്രം ഡ്രാസ്റ്റിക് ചേഞ്ചാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് എന്താണ്, AI ഉപയോഗിച്ച് AI ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കാറുകൾ. അപ്പോൾ അവന് ഡ്രൈവേഴ്സ് വേണ്ട, അപ്പം അവരുടെ ജോലി അല്ലേ. പക്ഷേ തീർച്ചയായും ആക്സിഡൻറ്റ് കുറവായിരിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഒരു വശത്ത് നോക്കുമ്പോൾ, ഒരു വശത്ത് വെച്ചാൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ആൾക്കാർ കുറച്ചുകൂടെ അവർക്ക് റിലാക്സ് ചെയ്യാനുള്ള സമയം കൂടുതൽ കിട്ടുകയാണ് ചെയ്യുന്നത് ഇനിയുള്ള കാലഘട്ടത്തിൽ. പണ്ടത്തേനൊക്കെ അപേക്ഷിച്ച് നമുക്കിപ്പം ഉള്ള കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ ഒരുപാട് നമുക്ക് ഫ്രീ ടൈം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയുള്ള ചേഞ്ച് വന്നു കഴിയുമ്പോൾ, ഒരു 10 വർഷം കഴിയുമ്പോൾ ഒരുപാട് നമ്മൾ ഇപ്പോൾ കാണുന്നതിനേക്കാൾ ഒരുപാട് മാറ്റങ്ങളായിരിക്കും വരാൻ പോകുന്നത്. ഈ മാറ്റങ്ങൾ വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് എല്ലാവരും അഫക്റ്റ് ചെയ്യാൻ പോകുന്നവർ തന്നെയാണ്. അതായത് എന്താണ്, ഇനി വരുന്ന കാലഘട്ടം AI ഡോക്ടേഴ്സിൻ്റെ, AI ലോയേഴ്സിൻ്റെ, AI ടീച്ചേഴ്സിൻ്റെ, പിന്നെ സെൽഫ്ലെസ്, അതായത് ഡ്രൈവർലെസ് കാർ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. അങ്ങനെ വരുന്ന മാറ്റങ്ങൾക്കിടയിലും അതിനെ കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ അതിനെ ട്രെയിൻ ചെയ്യാനും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ ചെയ്യാനും ആൾക്കാർ വേണം. അപ്പം അതിനുള്ള ഓപ്ഷൻസ് ആയിരിക്കും ഇനിയുള്ള കാലഘട്ടത്തിൽ കൂടുതലായിട്ടും വേണ്ടത്. അപ്പോൾ അക്കൗണ്ടൻറ്റ്, പിന്നെന്താണ് ക്ലറിക്കൽ ജോബ് എല്ലാം ഇതോടെ തീരെ ഇല്ലാതാവാൻ പോകാമെന്ന് തന്നെ നമുക്ക് പറയാം. എന്നുവെച്ചാൽ അതിൻ്റെ ആൾക്കാർ 1000 വേണ്ടെടുത്ത് 100 പേര് പോലും വേണ്ടാത്ത സ്ഥിതിയാണ് ഇനിയുള്ള സമയം എന്ന് പറയുന്നത്. ഇനി അതുപോലെ നമ്മുടെ വീടുകളിൽ തന്നെ നോക്കിയെടുത്ത് കഴിഞ്ഞാൽ, വീടിൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇനി വരുന്ന ചേഞ്ചിൽ എന്തായിരിക്കും, നമ്മളിപ്പം എന്താണ് പൂട്ടിയിട്ടൊക്കെ പോകുന്ന കോമൺ ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞാൽ, അല്ലാത്തതുകൊണ്ട് ഇനി എല്ലാ വീടും തന്നെ ആയിരിക്കും ഈ സ്കാനർ ഉപയോഗിച്ച് തുറക്കാനും അല്ലെങ്കിൽ നമ്മുടെ എന്താണ് കണ്ണ് സ്കാൻ ചെയ്തിട്ട് അങ്ങനെയൊക്കെയുള്ള പ്രിൻ്റ് അങ്ങനെയൊക്കെയുള്ളതായിരിക്കും ഇനിയുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് അലക്സ എന്താണ് ഫാൻ ഓൺ ചെയ്യുന്നൊക്കെ പറയുന്നതിൻ്റെ കൂട്ട് തന്നെ എല്ലാ വീട്ടിലും അത് കോമൺ ആവാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ജീവിതം തന്നെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറാൻ പോവാണ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടാൻ പോവാണ്. പിന്നെന്താ പറഞ്ഞേ, ഫ്രിഡ്ജ്. നമുക്കിപ്പം ഇനിയുള്ള കാലത്തെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളിപ്പോൾ എന്താ ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഗ്രോസറീസ് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ പോയി കടയിൽ പോയി വാങ്ങുക അല്ലെങ്കിൽ ഓർഡർ ചെയ്യാൻ എന്തെങ്കിലും ചെയ്യും. പക്ഷേ ഇനിയുള്ള കാലത്ത് നമ്മളതൊന്നും അറിയേണ്ട കാര്യമില്ല. ഫ്രിഡ്ജിന് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡിറ്റക്ട് ചെയ്തിട്ട് എന്തൊക്കെ സാധനമാണ് വേണ്ടത്, ഗ്രോസറി തീരാറായി, അത് തന്നെ ഓർഡർ ചെയ്യും. നമ്മളിതൊന്നും അറിയേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടത്തിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഹെൽത്ത് സെക്ടറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ചേഞ്ച് തന്നെ ആയിരിക്കും ഹെൽത്ത് മേഖലയിൽ വരാനായിട്ട് പോകുന്നത്. അതായത് AI ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോലും പോകേണ്ടാതെ തന്നെ നമുക്ക് അവർ പ്രെഡിക്റ്റ് ചെയ്ത് തരും നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടോ അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരുപാട് മാറ്റം നമുക്ക് പ്രവചിക്കാൻ പോലും പറ്റാത്ത. അതുപോലെ ഇപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ തന്നെ പോകേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും സൂപ്പർ മാർക്കറ്റിലൊക്കെ 0 ഹ്യൂമൻ ആയിരിക്കും ഇനി, എന്ന് വെച്ചാൽ അവിടെ 0 ഹ്യൂമൻ സ്റ്റാഫ് ആയിരിക്കും. അതുപോലെ ഇനിയുള്ള കാലത്ത് എന്താണ് AI ഡോക്ടേഴ്സ്, AI ടീച്ചേഴ്സ് അങ്ങനെ ആയിരിക്കും കൂടുതലും. അതുപോലെ വെർച്വൽ റിയാലിറ്റി പിള്ളേർക്ക് സ്റ്റുഡൻസിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സോളാർ സിസ്റ്റം അവരതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ അവർ അവിടെ ചെന്ന ഒരു ഫീലായിരിക്കും അവർക്ക് ഇനി കിട്ടാനായിട്ട് പോകുന്നത്. അവിടെ ഇരുന്ന് അവർക്ക് പഠിക്കാനുള്ളതുപോലെ ആയിരിക്കും അവർക്ക് പഠിക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു ഏരിയ റോബോട്ടുകൾ കോമൺ ആവുന്ന ഒരു കാലഘട്ടം എന്നാലോചിച്ച് നോക്കി അല്ലേ. തീർച്ചയായും അങ്ങനെയുള്ള കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ വന്ന AI ടൂൾസിനെ പറ്റി, അതായത് AI ടൂൾ ഇപ്പോൾ വന്നല്ല ഡെവലപ്പ് ചെയ്ത AI ടൂൾസ് ഒരുപാടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പം വരുന്ന ചേഞ്ചിനനുസരിച്ച് തന്നെ നമ്മൾ ആ ചേഞ്ചിൻ്റെ കൂടെ തന്നെ പോവുക. ഇപ്പം കോഴ്സ് ചെയ്യാനാണെങ്കിലും നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലിയുടെ കൂടെ തന്നെ നിങ്ങൾ AI-യുടെയും കൂടെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും അതിൻ്റെ കൂടെ തന്നെ മിങ്കിൾ ചെയ്ത് പോകാനായിട്ട് പറ്റും. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്. നമുക്ക് വരുന്നതിനനുസരിച്ച് മാറാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ആ ചേഞ്ചിനെ തടഞ്ഞു വെക്കാനോ അല്ലെങ്കിൽ ആ ചേഞ്ചിൻ്റെ മുന്നേ പോകാനോ അങ്ങനെയൊന്നും പറ്റില്ല. അപ്പോൾ ചേഞ്ചിൻ്റെ കൂടെ തന്നെ നമ്മൾ പോകാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്കിപ്പോൾ ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ നമ്മുടെ സ്കിൽ എന്ത് ചെയ്യുക, AI വെച്ച് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ChatGPT എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഒരുപാട് പേര് ഉപയോഗിക്കാത്തവരുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് എന്തൊരു കാര്യം എഴുതാനും നമുക്ക് സഹായിക്കും. അതായത് നമ്മളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനോട് ചോദിക്കുന്നത് പോലെ തന്നെ ആയിരിക്കും നമുക്ക് അതിൻ്റെ ഉത്തരം, അതേ ഫീലിംഗ്സോടുകൂടി ഏകദേശം അതുപോലെ ആയിരിക്കും നമുക്ക് ആ ഉത്തരം കിട്ടും. നമ്മൾ ഭയങ്കര കാഷ്വലായിട്ട് ചോദിച്ചാൽ അതുപോലുള്ള ഉത്തരം, ജെന്റിലായിട്ട് ചോദിച്ചാൽ അതുപോലുള്ള, ഇമോഷണലായിട്ട് ചോദിച്ചാൽ അതുപോലുള്ള കാര്യങ്ങൾ എല്ലാം. ഇമോഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പം നമ്മുടെ ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ ഡിപ്രഷനൊക്കെ അല്ലേ. അപ്പോൾ ആ ഡിപ്രഷൻ അതായത് ഒറ്റയ്ക്കാവുന്നതിൻ്റെ പല വിഷമങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഈ AI ടൂൾസ് നമ്മളെ ഇനി സഹായിക്കാൻ പോവുകയാണ്. അതായത് ഇപ്പം ഏജ്ഡായിട്ടുള്ള ഒരാളുടെ ആളെ കേൾക്കാനും ആൾക്ക് തിരിച്ച് അതുപോലെ ഇമോഷനായിട്ടുള്ള മറുപടി പറയാനും ഒക്കെ ഇനി AI ആയിരിക്കും മുമ്പിട്ട് നിൽക്കുന്നത്.
അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ, നമ്മളും ചേഞ്ചിനനുസരിച്ച് കൂടെ പോകുക. അതായത് നമുക്ക് ഈ ചേഞ്ച് ഒന്നും ബാധകമല്ല, ഇതൊന്നും ഇപ്പോഴൊന്നും വലുതായിട്ട് വരത്തില്ല, ഇനി ഒരുപാട് വർഷം എടുക്കും എന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അതുമായിട്ട് ചേർന്ന് പോകാൻ വലിയ പാടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ചേഞ്ചിനനുസരിച്ച് നമ്മൾ പോകും. നമ്മളും ഈ ടൂൾസൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൂടുതലൊക്കെ അറിയാനായിട്ട് പറ്റും. എളുപ്പമാണ്. നിങ്ങൾ ഈ പറയുന്ന ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ഉപയോഗിച്ചാൽ പോരെ. അപ്പോൾ ChatGPT നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. അതുപോലെ ക്യാൻവ പോസ്റ്ററൊക്കെ ക്രിയേറ്റ് ചെയ്യാനും ഈ യൂട്യൂബിൻ്റെ തംബ്നെയിലൊക്കെ ക്രിയേറ്റ് ചെയ്യാനും എളുപ്പമാണ് ഈ ക്യാൻവ AI. അതുപോലെ തന്നെ പിന്നെന്താണ് പിക്ചറി ഉണ്ട്, പിന്നെ അതുപോലെ ഒരുപാട് AI ടൂളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റുന്നതേ ഉള്ളൂ, അറിയാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അതുപോലെ ഒരുപാട് കോഴ്സ് ആ രീതിയിലുള്ള കോഴ്സിലോട്ട് നിങ്ങൾ പോവുക. കുട്ടികളായാലും സ്റ്റുഡൻസ് ആയാലും ചെയ്യുന്ന കോഴ്സിൻ്റെ കൂടെ AI ബ്ലെൻഡ് ചെയ്ത് പോകാന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഇനിയുള്ള മാർഗ്ഗം എന്ന് വെച്ചാൽ അങ്ങനെ പോയാലും നമുക്ക് കൂടുതലും ഇനിയുള്ള വർഷങ്ങളിൽ നമുക്ക് ജീവിച്ച് പോകാനായിട്ട് നമുക്ക് ഇത് തന്നെ വേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. AI വന്നതുകൊണ്ട് ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെടും എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അതോടനുബന്ധിച്ചുള്ള ഒരുപാട് മേഖലകൾ ഉയർന്നു വരികയും ചെയ്യും. അപ്പോൾ ആ മേഖലകൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നമ്മളിനി അതിന് ചേർന്ന് പോകുക എന്നുള്ള ഒരു ഓപ്ഷനാണ് ഇനിയുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഈ പുതിയതായിട്ട് വരുന്ന AI ടൂൾസ് ഉപയോഗിക്കുക. ഇനിയുള്ള കാലം AIയുടെ കാലം തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, അതൊക്കെ ഉപയോഗിച്ച് അതുമായിട്ട് ആ ചേഞ്ചുമായിട്ട് നിങ്ങളുടെ ഡ്രീംസിനെ കൊണ്ടുപോകുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം താങ്ക് യു.